എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Wands, Four of Cups, Empress, Six of Swords, Six of Cups, Four of Swords. നിങ്ങളെ സംബന്ധിച്ച് 10 of Wands and Six of Cups എനർജി ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവരെ കൈയഴിച്ച് സഹായിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു കർണൻ അല്ലെങ്കിൽ ഒരു മഹാബലി ആയിട്ടുള്ള ആ ഒരു ഇമേജാണ് താങ്കൾക്ക് ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് താങ്കൾ കൊടുക്കുന്നത്. ആരെന്ത് ചോദിച്ചാലും കൈയഴിച്ച് സഹായിക്കും, അല്ലെങ്കിൽ ആരെന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കും. നോ പറയാൻ പറ്റാത്തൊരു ഒരു മനസ്ഥിതിയാണ് താങ്കൾക്ക്, ആരെന്ത് ചോദിച്ചാലും. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു ആവശ്യകത സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മാസം പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവും, പരോപകാരപ്രദമായിട്ടുള്ളതുമൊക്കെ. പക്ഷേ ഇത് എല്ലാത്തിനും യെസ് പറയുമ്പോൾ താങ്കളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയം കണ്ടെത്താൻ പറ്റാതെ ആയി വരികയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആൻസൈറ്റിയും പ്രഷറും ജീവിതത്തിൽ കൂടാം. അപ്പോൾ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ തീരെ സമയമില്ല എന്ന് വളരെ സൗമ്യമായിട്ട് പറയാം. പക്ഷേ അത് പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതം വളരെ ദുസ്സഹമായിട്ട് മാറുന്നുണ്ട്. കാരണം നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ സമയം കണ്ടെത്താതാവുകയും മറ്റുള്ളവരോട് വാക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാവുക, അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് ചിന്തിക്കുക, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അത് ചെയ്യാൻ പറ്റാത്തത് കയ്യിൽ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, പഴയ സുഹൃത്തുക്കളൊക്കെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. പഴയ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾ തമ്മിലുള്ള തിരിച്ച് ഒരു കണ്ടുമുട്ടലുകളും കൂടിച്ചേരലുകളും കൂട്ടായ്മകളും ഒക്കെ കാണിക്കുന്നുണ്ട്. സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾ തമ്മിൽ കൂടിച്ചേരുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സുഹൃത്ത് മറ്റെവിടേക്കെങ്കിലും മാറിപ്പോയിട്ടുള്ളവരെ വീണ്ടും തിരിച്ച് കണ്ടുമുട്ടുന്നതൊക്കെ ആവാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചില സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായി, നല്ലൊരു സൗഹൃദം പങ്കുവയ്ക്കാൻ പറ്റുന്ന, ജീവിതം ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു സഹായം അല്ലെങ്കിൽ സൗഹൃദം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. അതേപോലെ 4 of Cups and 6 of Swords എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്ന അനാവശ്യമായിട്ട് ഉള്ള സംഘർഷങ്ങൾ, അതായത് എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക്, ഇങ്ങനെയുള്ളൊരു ടെൻഷനൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സംഘർഷമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സംഘർഷം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു സാഹചര്യം വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധി മാറിക്കിട്ടുന്നതിനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു സമയമൊക്കെ അടുത്ത് വരുന്നുണ്ട്, വിദേശത്തേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതും. അതുപോലെ തന്നെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രായോഗികമായിട്ടും വ്യക്തതയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നു. പല കാര്യങ്ങൾക്കും ഒരു കൃത്യത ഉണ്ടാകും ജീവിതത്തിൽ. ഇനി എങ്ങനെ എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ വളരെ വലിയൊരു വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പലരും ഒരു യാത്ര കാണിക്കുന്നുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ
ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലാണ്. അപ്പോൾ ഒരു ദൂരയാത്രയാണ് അത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇപ്പോൾ വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളൊരു യാത്രയാവാം. മറ്റൊരു തലത്തിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ എന്നുള്ള രീതിയിലാവാം. ദൂരേക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്നു. അല്ലാത്തവരെ സംബന്ധിച്ച് പുറത്ത് പോയി സെറ്റിലാവാൻ വേണ്ടിയിട്ടുള്ള യാത്രയാവും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ല സമയമാണ്. വിദേശത്തേക്ക് പോയി അവിടുത്തെ പൗരത്വം നേടാനോ അവിടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് അവിടെ താമസിക്കാനൊക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് വളരെ പ്രയോജനകരമായിട്ടുള്ളതാണ്. മാർച്ച് മാസത്തിൽ നിന്ന് ഏപ്രിലേക്ക് കടക്കുമ്പോൾ ചില സങ്കടകരമായിട്ടുള്ള ചില ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ മാറി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ 4 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ പറഞ്ഞ പോലെ ഈ പല സംഘർഷങ്ങളും, ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ അമിതമായിട്ട് പല കാര്യങ്ങൾ തലയിൽ ഏറ്റെടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരതെയും നിങ്ങളുടെ മേലധികാരികൾ നിങ്ങൾ വളരെയധികം പണിയെടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആയിരിക്കും. പക്ഷേ എന്ത് തന്നെ കാരണം കൊണ്ടാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, റെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നന്നായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു മാസം നിങ്ങൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി അമിതമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മാനസികമായിട്ട് ഒത്തിരി സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ വരുന്നു. പിന്നീട് അത് ശാരീരികമായിട്ടും നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുമ്പോൾ അത് ശരീരം നിങ്ങളോട് പറയുകയാണ്, ഇനി ഒരു റെസ്റ്റ് ആവശ്യമാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഫോഴ്സ് ചെയ്യുകയാണ് നിങ്ങളെ ആ ഒരു പ്രപഞ്ചശക്തി. കാരണം അത് ഏതെങ്കിലും അസുഖത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ അത് അസുഖം വന്ന് നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യത്തിനുള്ള റെസ്റ്റൊക്കെ നിങ്ങളായിട്ട് തന്നെ ഇടയ്ക്ക് റെസ്റ്റ് എടുത്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ്. അതേപോലെ എംപ്രസ് എനർജി ആൻഡ് 6 ഓഫ് കപ്സ് എനർജിയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമുള്ളവരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ജോലി ചെയ്യുന്നവർ, സിനിമ, സീരിയൽ, സെലിബ്രിറ്റീസ്, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, രാഷ്ട്രീയം, സിനിമ, സീരിയൽ മേഖലകളിലുള്ള വ്യക്തികളെ സംബന്ധിച്ചും വളരെയധികം പേരും പ്രശസ്തിയും ലഭിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങളുടെ പേര്, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ കാർത്തിക കീർത്തി കേൾക്കും, അതേപോലെ നല്ല പേര് കേൾപ്പിക്കാനുള്ളൊരു സമയം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതകവശാൽ കീർത്തി കേൾക്കുമെന്നുണ്ടെങ്കിൽ കീർത്തി കേൾക്കുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. ആ ഒരു മാസം, ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നത്, മറ്റുള്ളവർ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് ഒത്തിരി അഭിമാനം തോന്നുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം അവർ എന്തെങ്കിലും അവാർഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്നു. അതേപോലെ ഒരുപക്ഷെ പ്രായമായിട്ടുള്ള കുറച്ചുകൂടി ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ജോലിയിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിൽ വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ പാരൻസ് വളരെയധികം അവർ വളരെയധികം അഭിമാനം കൊള്ളുന്ന മുഹൂർത്തം നിങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടായിരിക്കും അതുണ്ടാകുന്നത്. മക്കളെ കൊണ്ടിട്ട് അഭിമാനം തോന്നുന്ന മുഹൂർത്തം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് ഫോൺസ് ആൻഡ് 6 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അമിതമായിട്ട് പണിയെടുക്കാൻ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുക. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കടയിൽ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ അധികം ആളുകളില്ലാതെ ഒറ്റയ്ക്ക് ആണ് നിങ്ങൾ ദിവസത്തിൽ ഭൂരിഭാഗം സമയം ജോലി ചെയ്യുന്നത്, അങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെടുന്നവർ, അതിന് വീട്ടമ്മമാരാണെങ്കിലും അല്ലാത്ത ജോലിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് ഫീൽ തരുന്നൊരു കാര്യമായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്.
സെൽഫ് കെയർ എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. റെസ്റ്റ് എടുക്കുക ആവശ്യത്തിന്. പൊതുവിൽ ഈ ഒരു മാസത്തിൽ വേണ്ടുന്നത് റെസ്റ്റ് എടുക്കുക. ജോലിയോ വർക്കഹോളിക് ആയിട്ടുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.